ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ സൺഡേ രാവിലെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നോക്കിയപ്പോഴേക്കും നമ്മുടെ അടുത്ത് തിന ഇരിപ്പുണ്ടായിരുന്നേ. കഴിഞ്ഞ ദിവസം ഏതോ ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ തിന കൊണ്ടുള്ള പൊങ്കലിൻ്റെ റെസിപ്പി. അപ്പോൾ എന്തായാലും ഇത്തവണ ദോശയ്ക്കും കൂടി ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിൽ ഏകദേശം ഒരു 3/4 ഗ്ലാസ്സിന് മേലെ വരുന്ന കണക്കിന് ഞാൻ തിന എടുത്തിട്ടുണ്ട്. സെയിം അളവിന് തന്നെയാണ് ടിഫിൻ റൈസ് എടുത്തേക്കുന്നത്. കൂടെ കുറച്ച് ഒരു നുള്ള് ഉലുവയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കഴുകി കുറേ വെള്ളത്തിൽ കഴുകി എടുക്കണം കേട്ടോ. എന്നാലാണ് തിനയുടെ ആ ഒരു ഇതൊക്കെ പോകത്തുള്ളൂ, അഴുക്കൊക്കെ പോവുള്ളൂ. നല്ലപോലെ ഒരു 5-6 വെള്ളത്തിൽ കഴുകി ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉഴുന്ന് ചേർക്കുന്നുണ്ട്. ഉഴുന്നും ഏകദേശം ഒരു 3/4 ഗ്ലാസ്സോളം തന്നെയാണ് ചേർത്തത് കേട്ടോ. ശരിക്കും ഒരു 1/2 ഗ്ലാസ് ഉഴുന്ന് ചേർത്താൽ മതി. പക്ഷേ ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഉഴുന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സെപ്റ്റോന്ന് എടുത്തിട്ടുള്ള ഉഴുന്നാണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഇത് പൊങ്ങി വരുമോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ 3/4 ഗ്ലാസ് ഉഴുന്ന് എടുത്തത് കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ 1/2 ഗ്ലാസ് ഉഴുന്ന് എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് കഴുകി എടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം AC ഫിറ്റ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ AC ഒക്കെ ഫിറ്റ് ചെയ്തപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ സൈഡിൽ ഡ്രില്ല് ചെയ്ത സമയത്ത് ഒരുപാട് പൊടി അഴുക്കൊക്കെ ആയേ. അപ്പോൾ അതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റായിട്ട് രാത്രിയാണല്ലോ എല്ലാം ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞത്. കഴിഞ്ഞ വ്ളോഗ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനോട് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് ഇങ്ങോട്ടാണ് പുള്ളി പറഞ്ഞത് ഇത് ക്ലീൻ ചെയ്ത് തരാം. അപ്പം ഞാനാണെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ട് കുറച്ച് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് ഹസ്ബൻഡ് എന്നെ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നിട്ടില്ല. വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് ഞാൻ അരി ഉഴുന്നൊക്കെ ഒന്ന് അരയ്ക്കാമെന്ന് കരുതി ഞാൻ ഈ ഒരു മിക്സിയിലാണ് അരി ഉഴുന്ന് അരയ്ക്കുന്നത്. പിന്നെ സൈഡിൽ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരയ്ക്കണം. പിന്നെ ചെറിയ ഉള്ളിയൊക്കെ പൊളിച്ച് വെക്കണം. നാളെ മുതൽ ആമിക്ക് സ്കൂളുള്ള ദിവസമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയിലത്തേക്കുള്ള ലഞ്ചിന് വേണ്ടുന്ന സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം ഞാനിങ്ങനെ സമയം കിട്ടുന്നതിനനുസരിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചെയ്ത് വെക്കും. അപ്പം എൻ്റെ അടുത്തുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തീർന്നും പോയിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഇതിൻ്റെ തന്നെ ഉഴുന്നൊക്കെ അരച്ചെടുത്തു. ആദ്യം ഞാൻ ഉഴുന്നാണ് അരച്ചെടുക്കുന്നത്. പിന്നെ ഈ ഒരു മിക്സി പ്രീതിയുടെ ക്രൗൺ മിക്സിയാണ്. അപ്പോൾ പഴയ മിക്സിയാണ്, ഞങ്ങൾ വീട് വെച്ച സമയത്ത് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ മറ്റുള്ള സാധനങ്ങൾക്കൊന്നും ഇപ്പോൾ ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്, ചട്നിയും മറ്റു കാര്യങ്ങളൊക്കെ അരയ്ക്കാനായിട്ട്. ഇപ്പോൾ ഇങ്ങനെ മിക്സി എടുക്കാറേ ഇല്ല കേട്ടോ. ഇതിങ്ങനെ ഷെൽഫിലേക്ക് എടുത്ത് മാറ്റി വെച്ചേക്കുമായിരുന്നു. മിക്സിയിലാണ് ഞാൻ എപ്പോഴും അരി ഉഴുന്നും അരച്ചെടുക്കുന്നത്. ഗ്രൈൻഡറുണ്ട്, പക്ഷെ അതെടുത്ത് കഴുകാനുള്ള മടി കൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. നല്ല ചൂടാവുന്നത് കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ മാവ് തുറന്ന് വെച്ചേക്കും. മാവിൻ്റെ ചൂട് നന്നായി പോയതിന് ശേഷം മാത്രമാണ് അടച്ചു വയ്ക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മാവ് പൊളിച്ചും കിട്ടത്തില്ല, വല്ലാത്തൊരു ടേസ്റ്റൊക്കെ ആയിരിക്കും. പിന്നെ ആദ്യമേ തന്നെ ഞാൻ നല്ല ഫൈനായിട്ട് ഉഴുന്നരച്ചെടുത്തിട്ട് പിന്നെ നമ്മുടെ തിനയും ടിഫിൻ റൈസും കൂടിയൊക്കെ ഇട്ടേക്കുന്നില്ലേ അതിൻ്റെ കൂട്ട് പിന്നീട് അരച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ആ ഒരു ഉലുവയും കൂടിയൊക്കെ ചേർത്തേക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ എപ്പോഴും ദോശമാവ് അരയ്ക്കുമ്പോൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ അത് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. എന്നാലാണ് നല്ലപോലെ പൊളിച്ച് പൊങ്ങി കിട്ടത്തുള്ളൂ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നല്ല വെയിലൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊളിച്ച് കിട്ടും. ഇല്ലെങ്കിൽ തണുപ്പാണെങ്കിൽ വലിയ പാടാണ്. ഇപ്പോൾ ഇവിടെ റീസെൻ്റായിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട്, തണുപ്പും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ അരച്ച് വെക്കാമെന്ന് കരുതി. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മണിയാണ് ആയിട്ടുള്ളത്. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ വന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇരുന്ന ഒരു ബോക്സ് മാറ്റാമെന്ന് കരുതിയിട്ട് വേറൊരു ഗ്ലാസ് ബോട്ടിലാണ് ഞാനിപ്പോൾ അരച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നട്ട്സ് ഇരുന്ന ഒരു ബോക്സിലാണ് കേട്ടോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോഴേക്കും ഉണ്ട് നട്ട്സ് തീർന്നുകൊണ്ട് തന്നെ കൈയോടെ തന്നെ ഞാൻ വന്നിട്ട് ഗ്രോസറി ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. വീട്ടിലുള്ള സാധനങ്ങൾ തീരുന്നതിനനുസരിച്ച് ഈ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കും ലിസ്റ്റ്. അപ്പോൾ അതിലൊന്ന് ആഡ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ഗ്രോസറീസ് എടുക്കുമ്പോഴും ഈസി ആയിരിക്കും. പിന്നെ ഇതിൽ തന്നെ ഞാൻ വന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഏകദേശം ഈക്വൽ അളവിലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കുന്നത് കേട്ടോ. ഒന്ന് കൂടുതൽ ഒന്ന് കുറവായിട്ട് അങ്ങനെയൊന്നും അല്ല എടുക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം, ഒരു ടേബിൾ സ്പൂണോളം വെള്ളം എടുത്താൽ മതി. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ചാൽ
ആണെങ്കിൽ ഞാൻ ഇതുപോലെ മഞ്ഞൾപ്പൊടിയും സൺഫ്ലവർ ഓയിലും ഒക്കെ ഒഴിച്ചിട്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഞാനിങ്ങനെ വെറുതെയാണ് അരയ്ക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഏകദേശം ഒരു 3 ആഴ്ചയിൽ കൂടുതൽ വരും. പിന്നെ കഴിഞ്ഞ 2 വ്ളോഗിലും ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഹൈപ്പ് ചെയ്യുന്നതിനെ പറ്റി. അപ്പോൾ ഹൈപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട് ഹൈപ്പ് ചെയ്തതിന്. അതുപോലെ തന്നെ കമൻറ്റ്സ് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇനിയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടുക കേട്ടോ. എനിക്ക് നിങ്ങളുടെ കമൻറ്റ്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഞാൻ വന്നിട്ട് ചെറിയ ഉള്ളിയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് പൊളിച്ച് മുഴുവനോടെ വെച്ചിട്ടുണ്ട്. അതും നമുക്ക് വീക്കിലി മീൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ വന്നിട്ട് മീൽ പ്ലാനിങ് ഒക്കെ എഴുതുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിങ്ങനെ എഴുതി വെക്കുന്നതുകൊണ്ട് നല്ല ഉപകാരമാണ്. ഇപ്പോൾ നമ്മൾ എഴുതുന്ന അതേ ദിവസത്തെ സെയിം റെസിപ്പി ആയിരിക്കില്ല കേട്ടോ ചെയ്യുന്നത്. മാറ്റിയും തിരിച്ചുമൊക്കെ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വീക്കിലെന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രോസറീസൊക്കെ കുറച്ചാണ് ഉള്ളത്. എല്ലാ സാധനങ്ങളും ഒന്നും ഇല്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാനെല്ലാം എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ സെയിം ഒരേ ദിവസം തന്നെ എല്ലാ കാര്യമല്ല ചെയ്യുന്നത്. മെയിനായിട്ട് എനിക്ക് ലഞ്ചിനാണ് പ്രശ്നം. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കുഴപ്പമില്ല, കാരണം ഡിന്നറിന് ചപ്പാത്തി ആയിരിക്കും. അതിനുള്ള കറി എന്താണെന്നുള്ളത് തലേ ദിവസമാണ് ഡിസൈഡ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനും നമുക്കിപ്പോൾ ഇഡ്ലി മാവ് ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അതങ്ങോട്ട് ഓടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അതൊക്കെ എഴുതി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് വന്നത്. പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. പോകണമെന്ന് വിചാരിച്ചതൊന്നും അല്ല. അങ്ങനെ സംഗീത വെജിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെന്നൈയിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ചെന്നൈയിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും വരണം കേട്ടോ ഇവിടെ. കാരണം ഇത് വെജ് ഹോട്ടലാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. അപ്പോൾ നല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഹസ്ബൻഡിന് മൈസൂർ ബോണ്ട പറഞ്ഞായിരുന്നു, ഞങ്ങൾ സാമ്പാർ വടയാണ് പറഞ്ഞത്. പിന്നെ 2 ചായയും കൂടി പറഞ്ഞു. പിന്നെ ആമിക്ക് ചായ എടുത്തിട്ടില്ല, അവൾ കുടിക്കത്തില്ല ചായ. അപ്പം നമ്മൾ അങ്ങനെ ചായ കുടിക്കാറില്ല. പക്ഷേ ഇന്ന് എന്തോ കുടിക്കണമെന്ന് തോന്നിയിട്ട് അങ്ങനെ അതും കഴിച്ചിട്ട് നേരെ ഞങ്ങളിതേ ഇവിടെ രോഹിണി തിയേറ്ററിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ധീരൻ എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, അത് ചെന്നൈയിൽ ഇന്നാണ് ആദ്യമായിട്ട് റിലീസായത് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോഴേക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സംഭവം നടന്നായിരുന്നു. നിങ്ങൾ ഇൻട്രോ വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഉണ്ട് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ അശോകൻ ചേട്ടനെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒട്ടും വിചാരിച്ചില്ല. കാരണം രോഹിണി തിയേറ്ററിലാണ് ഈ ഒരു സിനിമ ആദ്യമായിട്ട് റിലീസായത്. ഫസ്റ്റ് ഷോയാണ് ചെന്നൈയിൽ. അപ്പോൾ അത് ഞങ്ങൾ വന്നിരുന്ന് നോക്കിയപ്പോഴേക്കും പുള്ളിയെ കണ്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയി. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതും. ചെന്നൈയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടൊരു സെലിബ്രിറ്റിയും അശോകൻ ചേട്ടനാണ്. ഹസ്ബൻഡും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും മലയാളം ആക്ടേഴ്സിനെയൊന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഹസ്ബൻഡ് കുറേ നേരം അശോകൻ ചേട്ടനോട് പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു. ഫാമിലി ആയിട്ടാണ് അവർ വന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു തിയേറ്ററിലിരുന്നാണ് കേട്ടോ സിനിമ കണ്ടതൊക്കെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ടാണ് ഇരുന്നത്, അശോകൻ ചേട്ടനും ഫാമിലിയൊക്കെ ബാക്കിലോട്ടാണ് ഇരുന്നത്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് നോക്കിയപ്പോഴേക്കും ഉണ്ട് ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്, ആടി മാസത്തിലാണ് ഇവിടെ ക്ഷേത്രങ്ങളിൽ ഉത്സവമെന്ന്. ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. ഇപ്പോൾ ചെന്നൈയിലുള്ളവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് എല്ലാം കഴിഞ്ഞു പോയി. ഇല്ലാന്നുണ്ടെങ്കിൽ കയറി തൊഴാനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കയറിയിട്ടില്ല, കാരണം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെയാണല്ലോ വന്നത്. അതുകൊണ്ട് കയറിയില്ല, ജസ്റ്റ് വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് മൺഡേ രാവിലെയാണ് വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ രാവിലെ ഇന്ന് ആമയ്ക്ക് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ ഫുൾ രാവിലത്തെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. നമ്മൾ തലേ ദിവസം അരച്ച് വെച്ചേക്കുന്ന മാവ് കണ്ടോ, നന്നായിട്ട് തന്നെ പുളിച്ച് പൊങ്ങി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ തലേന്ന് പുറത്ത് പോയിട്ട് വന്ന ഉടനെ തന്നെ വന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചായിരുന്നേ മാവിനെ എടുത്ത്. പിന്നെ അതുപോലെ തന്നെ മാവ് അരച്ച സമയത്ത് ഞാൻ മുഴുവനായിട്ട് അടച്ചു വെച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മിക്സി നന്നായിട്ട് ചൂടായ കാരണം കൊണ്ട് മാവും നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല ചൂടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പകുതി തുറന്ന് വെച്ചേക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇത് ചൂട് പോയതിന് ശേഷം ഞാനെടുത്തത് ഫ്രിഡ്ജിൽ വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് രാവിലെയാണ് എടുത്ത് പുറത്ത് വെക്കുന്നത് കേട്ടോ. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ ഇഡ്ഡലി ആണെങ്കിലും ദോശ ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കി എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തിന കൊണ്ടിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തിയും കൂടെയാണ്, അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സാമ്പാറും ചട്നിയൊക്കെ വെച്ച് കഴിക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മാവ് അരച്ചതിന് ശേഷം ഇഡ്ഡലി എങ്ങനെ കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. പിന്നെ ആമിക്ക് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഇന്ന് സിമ്പിളായിട്ടുള്ള ലഞ്ചാണ്. പൊട്ടറ്റോ ഫ്രൈയും രസമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലത്തെ പണികളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ വന്നിട്ട് ആമിക്ക് ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഞാനാണെങ്കിൽ നിങ്ങളോട് പറയാനായിട്ട് വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ റീസെൻ്റായിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ രാവിലെ 6 മണിക്കാണ് കേട്ടോ എഴുന്നേൽക്കുന്നത്. 5 മണിക്കുള്ളൊരു ടൈം എനിക്ക് പറ്റുന്നില്ല. കാരണം ഹസ്ബൻഡ് നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം കിടക്കുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാനായിട്ട് 6 മണിയാവുകയും ചെയ്യും. പിന്നെ ഞാൻ കുറച്ച് കിഡ്നി ബീൻസ് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും മേടിച്ചിട്ട് തന്നെ ഒരു 3 മാസത്തോളമായി. ഇപ്പോഴാണ് ഇത് കറി വയ്ക്കാനായിട്ട് സമയം കിട്ടുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഹസ്ബൻഡിനെ ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഗ്രേവിയും കൂടി ചെയ്യുന്നുണ്ട്. റെസിപ്പിയും കൂടി ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്മ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്. രാജ്മ എന്ന് പറയുന്നത് നമ്മുടെ വൻപയറാണല്ലോ. അപ്പോൾ ഈ കിഡ്നി ബീൻസ് എന്ന് പറയുന്നതും രാജ്മയാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പലതിലും പല രീതിയിലാണ് കിടക്കുന്നത് കേട്ടോ. ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും അപ്പോൾ എനിക്കറിയത്തില്ല ഇതാണോ രാജ്മ, മറ്റേ വൻപയറാണോ രാജ്മ എന്നുള്ളത് ഏതാണെന്ന് അറിയത്തില്ല. അതായത് നമ്മൾ ഓലനൊക്കെ വയ്ക്കത്തില്ല, അതിൻ്റെ പയറാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ അതേ ആമിയൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴേക്കും ഉണ്ട് നമ്മുടെ ഈ പഴയ സാധനങ്ങളൊക്കെ തലേ ദിവസം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആമിയുടെ റൂം ക്ലീൻ ചെയ്ത സമയത്ത് വേസ്റ്റ് സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ ഹാളിലാണ് വെച്ചിരുന്നത്. പുറത്ത് നല്ല മഴയായ കാരണം കൊണ്ട് വെളിയിലൊന്നും വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്താണ് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ ഹസ്ബൻഡ് പോയിട്ട് ഈ ആക്രിയൊക്കെ പറക്കുന്ന കടയിൽ പോയിട്ട് ആൾക്കാരെ പോയി വിളിച്ചുകൊണ്ട് വന്നു. അവർ വന്നിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഹസ്ബൻഡും കൂടി പോവും, അവരുടെ ആൾക്കാരും വരും, ഹസ്ബൻഡിൻ്റെ വണ്ടിയിലും കൂടിയാണ് വെച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. എനിക്ക് ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതി എന്നായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ അവർ പോകുന്നുണ്ട്. പിന്നെ ആമിയുടെ ഒരു ബാഗ് കണ്ടോ, അതാണെങ്കിൽ ആമി ഒരു 1-2 വയസ്സുള്ളപ്പോഴെന്തോ മേടിച്ചതാണ് കേട്ടോ. വർഷങ്ങളായി. അപ്പോൾ ഇപ്പോഴാണ് അത് കിട്ടുന്നത്, ഇങ്ങനെ ഓരോ സാധനങ്ങൾ തപ്പിയെടുത്തപ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കർക്കിടകമായിട്ട് ഇവിടെയും നല്ല മഴയാണ്. പക്ഷെ നാട്ടിൽ അത്ര മഴയില്ലെങ്കിലും അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ. അത്രയ്ക്ക് ചൂടൊന്നും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു ഹസ്ബൻഡിനോട്, ഇപ്പോൾ അതേ മഴയൊക്കെ തുടങ്ങിയപ്പോഴാണ് നമ്മൾ AC മേടിക്കുന്നതെന്ന്, വെയിൽക്കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ബഡ്ജറ്റ് വരുന്നതിനനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം മഴയൊക്കെ ഒന്ന് നോക്കി നിൽക്കുന്നുണ്ട്. എനിക്കാണെങ്കിലും മഴ പെയ്താൽ നല്ല മടിയാണ് വീട്ടിലെ പണികളൊക്കെ ചെയ്യാനായിട്ട്. എന്നാലും കുറച്ച് നേരമൊക്കെ മഴയൊക്കെ കണ്ടു നിന്നതിന് ശേഷം നേരത്തെ ഈവനിങ് ഹസ്ബൻഡിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ കിഡ്നി ബീൻസ്, അതായത് ഈ ഒരു രാജ്മ അതല്ലേ, അപ്പോൾ അതാണെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേ ഒരു വൻപയർ പോലെ അല്ല, ഇത് നല്ല വലുതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ പേടിച്ചു പോയി ഇതിൻ്റെ സൈസൊക്കെ കണ്ടിട്ട്. വെള്ളത്തിലിട്ട് കുതിർന്നപ്പോഴേക്കും കൊണ്ട് ഇത്രയും വലുതായിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് മാവ് എടുത്തു. ഞങ്ങളാണെങ്കിൽ ആശീർവാദ് ആട്ടയുടെ MB ആട്ടയാണ് കേട്ടോ എടുക്കുന്നത്. അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചപ്പാത്തി. ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. നല്ല ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ കിട്ടും കേട്ടോ. പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മാവിൽ തന്നെ ഒഴിച്ചു കൊടുക്കും. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സാധാരണ പച്ചവെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കും കേട്ടോ. എന്നിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഹസ്ബൻഡിന് ഇന്ന് ഇതുപോലെ ബീട്രൂട്ട് ജ്യൂസാണ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങൾ തിങ്കളാഴ്ചയാണ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ ഇപ്പോൾ ഇതങ്ങനെ കുടിക്കുന്നില്ല. കാരണം എനിക്ക് ഇത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ളൊരു പീരീഡ്സ് ടൈം ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ബ്ലഡിൻ്റെ ഒരു കൗണ്ടൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് അധികം കുടിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ABC ജ്യൂസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ അതുകൊണ്ട് കുക്കുംബർ ജ്യൂസാണ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഹസ്ബൻഡിന് ഓഫീസിൽ പോകുന്നതുകൊണ്ട് നേരത്തെ തന്നെ ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തതാണ്. പിന്നെ എൻ്റെ ഈ ചോപ്പർ എനിക്ക് നല്ലൊരു ഉപകാരമാണ് കേട്ടോ. ഇതുപോലെ പെട്ടെന്നൊക്കെ കറി ഉണ്ടാക്കാനൊക്കെ ഈസിയാണ്. ഇത് നമ്മൾ വണ്ടർ ഷെഫിൻ്റെതാണ് മേടിച്ചിട്ടുള്ളത്. നമ്മൾ ആ ഒരു ബ്ലെൻഡർ മേടിച്ച സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് രാജ്മയുടെ കറി ഉണ്ടാക്കാനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചു. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാള ഇതുപോലെ ചോപ്പ് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തു. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് തക്കാളി അരച്ചതാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒണിയൻ ഉണ്ടല്ലോ, അതായത് സവാള, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരച്ച് ചേർക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ചേർത്തേക്കുന്നത്. പിന്നെ അതിന് ശേഷം ഇതിൻ്റെ പച്ചമണം എല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നൊരു രാജ്മ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. തക്കാളി അരച്ച് ചേർത്ത്
ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് പച്ചമണം പോകാനായിട്ട് വഴറ്റിയെടുക്കണം. ഇടയിൽ ഞാൻ കുറച്ച് എണ്ണ കൂടുതൽ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. എണ്ണ കുറവായിട്ട് തോന്നി. അതിനുശേഷം ഈ രാജ്മയും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല, നമ്മൾ കടലക്കറിയൊക്കെ വെക്കുമ്പോൾ ചേർക്കുന്നില്ല, അത്രയ്ക്കുള്ള വെള്ളമൊക്കെ മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആദ്യം ഒരു 5 വിസിലാണ് കേൾപ്പിക്കാനായിട്ട് പോകുന്നത്. ഞാനിത് ഫസ്റ്റ് ടൈം കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു ഡൗട്ടാണ്, എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇതിൻ്റെ വേവിൻ്റെ കാര്യമൊന്നും. അപ്പോൾ 5 വിസിൽ കേൾപ്പിക്കാനാണ് വെച്ചത്. ഇതിനിടയിൽ തന്നെ ഞാൻ വന്നിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അതിനുശേഷം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്പീഡിന് അങ്ങ് ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ. ഹസ്ബൻഡ് വീട്ടിലുള്ള ദിവസമാണെങ്കിൽ കുറച്ചും കൂടി ലേറ്റായിട്ടായിരിക്കുള്ളൂ ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരും. ഞാനിങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ ഹസ്ബൻഡ് ചുട്ടെടുത്ത് തരുവാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും കേട്ടോ ജോലി. എനിക്കങ്ങനെ ഭയങ്കര ഒരു മടുപ്പൊന്നും തോന്നാറില്ല. പിന്നെ ഈ ഒരു വെയിൽ സമയം ആകുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാനങ്ങ് ഫാസ്റ്റായിട്ട് ചെയ്തോളും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്. ഞാനങ്ങനെ റെഡിമെയ്ഡ് ചപ്പാത്തി ഒന്നും മേടിക്കാറില്ല. എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാറേ ഇല്ല കേട്ടോ. അവരൊക്കെ പുറത്തുനിന്നാണ് മേടിച്ച് ചുട്ടെടുക്കുന്നത്. എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് പേടിക്കാതെ നമുക്ക് കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ചപ്പാത്തി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടി. ഇതിൻ്റെ ഇടയിൽ തന്നെ 5 വിസിൽ കേട്ട് വന്നപ്പോഴേക്കും നമ്മുടെ രാജ്മ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് വെന്തിട്ടൊന്നുമില്ല, ഇനിയും വേവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 4 വിസിൽ കേൾപ്പിക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 4 വിസിൽ കേൾപ്പിക്കാമെന്ന് കരുതി. അപ്പോൾ ഏകദേശം ഒരു 9 വിസിലോളം കേട്ടപ്പോഴാണ് ഈ രാജ്മ ഒന്ന് വെന്ത് കിട്ടിയത്. ഞാൻ ഓർത്തത് കടലയും മറ്റ് ഗ്രീൻ പീസും ഒക്കെ പോലെ ആയിരിക്കും, ഒരു 4-5 വിസിൽ കേൾക്കുമ്പോൾ തന്നെ വേവൂന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ നടന്നില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് വീണ്ടും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, പിന്നെ ഹസ്ബൻഡിന് കൊണ്ടുപോകാനുള്ള വാട്ടർ ബോട്ടിലാണ്. ഇതിൽ ഞാൻ കുറച്ച് മിൻറ്റ് ലീവ്സ് ഇട്ടിട്ടാണ്, അതായത് പുതിനയിലല്ലേ, അതിട്ടിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോകും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ലെമൺ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നേരം കുലുക്കിയെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകി വെച്ചു. എന്നിട്ട് സിങ്കും എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ട് നേരെ വന്നിട്ട് അതേ രാജ്മയുടെ കറിയൊക്കെ നോക്കുവാണ്. അപ്പോൾ 9 വിസിൽ കേട്ടപ്പോഴാണ് കറക്റ്റ് ആയത് കേട്ടോ. രണ്ടാമത്തെ 4 വിസിലും കൂടി ആയപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. അതായത് നമ്മൾ കടലയും മറ്റേ ഗ്രീൻ പീസൊന്നും പോലെയല്ല, ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, പക്ഷേ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിന് അത് കൊടുത്തിട്ട്, ഇത് ശരിക്കും ഹസ്ബൻഡാണ് ഈ ഒരു കിഡ്നി ബീൻസ് എടുത്തത് അന്ന് സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ സാധനം എടുക്കാൻ പോയപ്പോൾ. അങ്ങനെ ഹസ്ബൻഡ് ഓഫീസിൽ പോയേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് നമ്മുടെ റൂമിനകവും വീടിനകം ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്, മോപ്പിംഗ് ചെയ്യുന്നുണ്ട്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഞാൻ മോപ്പിംഗ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് വിളക്കൊന്നും വെക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ വിളക്ക് വയ്ക്കുന്നതുകൊണ്ട് ഒന്ന് നന്നായിട്ട് വീടൊക്കെ ഒന്ന് മോപ്പിംഗ് ചെയ്തെടുക്കാമെന്ന് കരുതി. മാത്രമല്ല ഇങ്ങനെ വിളക്ക് കത്തിക്കാൻ പറ്റാതെ ആയിരുന്നിട്ട് പിന്നീട് കത്തിക്കുമ്പോഴേക്കും വിളക്ക് വയ്ക്കുന്ന സമയത്ത് ഞാൻ പൂജാ റൂമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിനകത്ത് ഫുള്ളൊന്ന് അടിച്ച് വാരിയതിന് ശേഷം കിച്ചൺ ഉൾപ്പെടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് മോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ പൂജാ റൂമൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയേ. അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ ശുദ്ധത്തിൻ്റെ ഓയിൽ തീർന്നു പോയിട്ടുണ്ട്, വിം ജെല്ലുണ്ടല്ലോ അത് തീർന്നു പോയി. അപ്പോൾ ഞാൻ ഇന്ന് സബീന പൗഡറും പുളിയും കൂടി ഇട്ടിട്ടാണ് ഇന്ന് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ വിളക്ക്. പിന്നെ ഞാൻ കുറച്ച് നല്ല കോട്ടൺ തുണികളുണ്ടായിരുന്നു കേട്ടോ, പഴയ മുണ്ടാണ്, യൂസ് ചെയ്യാത്ത നല്ല മുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് പീസസ് ആക്കി വെച്ചേക്കുവാണ് നമുക്ക് ഈ ഒരു പൂജാ ഷെൽഫൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ഫോട്ടോസൊക്കെ ക്ലീൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ പൂജാ ഷെൽഫിൻ്റെ അകത്തുള്ള പോർഷനും. അപ്പോൾ ഞാൻ എല്ലാ ഫോട്ടോസും അതുപോലെ എല്ലാ ഓരോ കൃഷ്ണൻ്റെ എല്ലാ വിഗ്രഹങ്ങളും എല്ലാം ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു, ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പീരീഡ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഉറപ്പായിട്ടും പൂജാ റൂം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മാത്രമാണ് ഞാൻ വിളക്ക് കത്തിക്കാറുള്ളത് കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു മനസ്സിനൊരു വിഷമം തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഇതിൻ്റെ തറയുണ്ടല്ലോ അതും കൂടി ഒന്ന് നന്നായിട്ട് റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ കുറച്ച് കർപ്പൂരവും കുറച്ച് മഞ്ഞളും ജവ്വാദ് പൗഡർ ഉണ്ടെങ്കിൽ അതും ഈ ഈ റോസ് വാട്ടറും കൂടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ക്ലീൻ ചെയ്യാം. നല്ല മണമായിരിക്കും പൂജാ ഷെൽഫിനകത്ത്. പിന്നെ സൈഡിൽ വെച്ചേക്കുന്ന ഒരു വേസ്റ്റ് ബോക്സിലാണ് ഞാൻ ആ ഒരു തുണി കളഞ്ഞത്. ഇനി ആ തുണി നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ഇനി വേറെ തുണി യൂസ് ചെയ്തിട്ടായിരിക്കുള്ളൂ അടുത്ത തവണ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ കർക്കിടക മാസം ആയ കാരണം കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂജാ റൂം ക്ലീൻ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മസ്റ്റായിട്ടും ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ.
അങ്ങനെ വേറൊരു തുണി എടുത്തിട്ട് നമ്മുടെ വിളക്കൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു. ഇനി എല്ലാത്തിലും ഒന്ന് മഞ്ഞളും കുങ്കുമവും തൊട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഒരാഴ്ച വിളക്ക് കത്തിക്കാതിരുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം മഞ്ഞളും കുങ്കുമവും എപ്പോഴും നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ വിളക്കിലും തട്ടത്തിലും ഒക്കെ വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പൂജാ റൂമിലിരിക്കുന്ന ഓരോ ഫോട്ടോസിലും നമ്മൾ മഞ്ഞളും കുങ്കുമവും തൊട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം മഞ്ഞൾ ഞാൻ കുഴച്ചെടുത്തേക്കുന്നത് റോസ് വാട്ടറിൽ തന്നെയാണ്. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. ജവ്വാദ് പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ ഫോട്ടോയിലും എല്ലായിടത്തും നന്നായിട്ട് തന്നെ മഞ്ഞളും കുങ്കുമവും എല്ലാം വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമ്മുടെ പൂജാ റൂം നല്ലൊരു ഡിവൈൻ സ്മെല്ലും ഇതിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു മണമാണ് കേട്ടോ. വീടിനുള്ളിലാണെങ്കിലും ഒക്കെ നല്ലൊരു സുഗന്ധമാണ്. അപ്പോൾ വിളക്കൊക്കെ വെക്കാനുള്ള സമയമായി വരുന്നുണ്ട്. അപ്പോൾ അതേ ഇങ്ങനെയാണ് എല്ലാത്തിലും കുങ്കുമവും പൊട്ടും ഒക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ കുങ്കുമവും പൊട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമാണ് കേട്ടോ പൂജാ റൂം കാണാനായിട്ട്. പിന്നെ ഞാൻ വന്നിട്ട് വിളക്കിലൊക്കെ എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് തിരി വെക്കേണ്ടത്. ആദ്യമേ തന്നെ തിരി ഇട്ടിട്ട് പിന്നീട് എണ്ണ ഒഴിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു 5 തിരിയിട്ട വിളക്ക് വന്നതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കൊടി വിളക്കിലും കൂടി തിരിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ മഞ്ഞ കളർ തിരിയാണുള്ളത്, അതും കൂടി ഞാൻ വെച്ച് കൊടുത്തു. എന്നിട്ട് വിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പോൾ കൊടിവിളക്കിൽ നിന്ന് നിലവിളക്കിലോട്ട് പകർത്തുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സ് അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും തുടങ്ങി. പിന്നെ ഇടയിൽ വെച്ചിട്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രമായിരുന്നു ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കർക്കിടക മാസം രാമായണ മാസം ആയ കാരണം കൊണ്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏകശ്ലോക രാമായണം ഉണ്ടല്ലോ, അത് വായിക്കാറുണ്ട് ഡെയിലി. പിന്നെ രാവിലെ എനിക്ക് അങ്ങനെ സമയം കിട്ടത്തില്ല ലളിതാ സഹസ്രനാമം വായിക്കാനായിട്ട്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരിക്കൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് വിഷ്ണു സഹസ്രനാമം ഇരിപ്പുണ്ട്. ഞാൻ അതങ്ങനെ ഇതുവരെയും വായിച്ച് തുടങ്ങിയിട്ടില്ല. അന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലാസ്റ്റ് നാട്ടിൽ പോയ സമയത്ത് എനിക്ക് അമ്മ ആറ്റുകാലിൽ നിന്ന് മേടിച്ചു തന്നതാണ് വിഷ്ണു സഹസ്രനാമം. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദക്കിരികുണ്ട സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യത്ഥാന സഹസ്രാഭ ചതുർബാഹു സമന്വിത. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ഒക്കെ ചെയ്തേക്കാം കേട്ടോ. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.